ഹലുകടികളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട്ടുകാരൊരു സ്പെഷ്യൽ ഐറ്റം ആട്ടാ, അരിപ്പത്തിരിയും മീൻ മുളകിട്ടതും. അപ്പോൾ ഇവിടെ കമോൺ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അരിപ്പൊടി എടുക്കുക, എന്നിട്ട് പാകത്തിന് ഉപ്പിടുക, എന്നിട്ട് ഇളം ചൂടിലുള്ള വെള്ളം, അധികം ചൂടാവരുത്, ആ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് മാവ് സെറ്റ് ചെയ്യുക. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പണി തുടങ്ങാം. കയ്യിലൊതുങ്ങുന്ന ഒരു ബോൾ അങ്ങോട്ട് എടുത്തിട്ട് മെല്ലെ അതിനെ പരത്തി കൊടുക്കുക. ചെറിയതാണ്, മീൻസ് സ്മോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ പത്തിരി കൂടുതലും കോഴിക്കോട് ആണ് കേട്ടോ ഈ പത്തിരി കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇവർ അധികം വലിപ്പത്തിലൊന്നും ഉണ്ടാക്കില്ല, ഈ ഒരു ചെറിയൊരു സൈസിൽ ഇത് ഉണ്ടാക്കുക. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പത്തിരിക്ക് കോംബോ ആയിട്ട് ഉണ്ടാക്കുന്നത് മീൻ മുളകിട്ടതാട്ടോ. ഫസ്റ്റ് നേരെ കലം വെക്കുക, ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. കടുകിടുക, ഉലുവ ഇടുക, അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ നൈസായിട്ട് ഇട്ട് തുടങ്ങാം. മീൻ മുളകിട്ടത് ഉണ്ടാക്കുമ്പോൾ ഈ പുളിയുള്ള ടൊമാറ്റോ വേണം ഇടാൻ. തക്കാളി സ്വീറ്റ് ആവാൻ പാടില്ല, മധുരമുള്ളതാവാൻ പാടില്ല. പാകത്തിന് പച്ചമുളക് ഇടുക, എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗാർലിക്ക് ഇടുമ്പോൾ നന്നായിട്ട് ചതച്ചിട്ടിടുക. ഇത് ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് നന്നായിട്ട് കൂട്ടി വെക്കരുത്, ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മീൻ മുളകൊക്കെ ഇടുമ്പോൾ കല്ലുപ്പാണ് ബെറ്റർ. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. തക്കാളിക്ക് പുളിയുള്ളത് കൊണ്ട് കുടംപുളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കുടംപുളിയാണ് ഇടേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം പാകത്തിനാട്ടാ. അടുത്തത് വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം പാകത്തിന്, നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മിക്സ് ചെയ്യുക. അങ്ങനെ ഫിഷ് ഇടാൻ സമയമായി. അങ്ങനെ ഫിഷ് ആ തിളച്ച് വരുന്നതിലേക്ക് നൈസായിട്ട് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഇന്ന് മുളകിട്ടത് ഉണ്ടാക്കുന്നത് ഒരു ആവറേജ് സ്പൈസിയിലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്പൈസിയുടെ ലെവൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പൈസി ആക്കി എടുക്കാം. മീൻ മുളകിട്ടതൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കലത്തിലാണ് ഉണ്ടാക്കേണ്ടത്. കറി തിളച്ചൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ കറി ലീഫ് ഇട്ട് കൊടുക്കുക. കറി റെഡി ആയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കലത്തിൽ വെക്കുക. അങ്ങനെ കടികളെ മീൻ മുളകിട്ടത് റെഡിയായി. ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമ്മൾ മീൻ കറി കൊണ്ട് പുറത്തെടുത്ത് അടിപൊളി അരിപ്പത്തിരിയും മീൻ മുളകിട്ടതും വേറെ ലെവൽ കോംബോയാണ്. നമുക്കെല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡെഡ്ലി കോംബോയാണ് മലബാറുകാരെ അരിപ്പത്തിരിയും മീൻ മുളകിട്ടതും. അപ്പോൾ ഓക്കെ കടികളെ.